തട്ടിക്കൊണ്ടുപോകലുമായി ബന്ധപ്പെട്ട കേസിൽ ഷാഫിയുടെ ഒരു വീഡിയോ സന്ദേശം കേരള വിഷൻ ന്യൂസിന് ലഭിച്ചിരിക്കുന്നു. മോഷ്ടിച്ച സ്വർണം തിരികെ കിട്ടാനാണ് തന്നെ തട്ടിക്കൊണ്ടുപോയത് എന്നാണ് ഈ വീഡിയോയിൽ ഷാഫി വ്യക്തമാക്കുന്നത്. സൗദി രാജകുടുംബത്തിൻ്റെ 325 കിലോ സ്വർണം താനും സഹോദരനും മോഷ്ടിച്ച് കടത്തിയെന്നും ഷാഫി ഇതിൽ പറയുന്നുണ്ട്. അജ്ഞാത സംഘത്തിൻ്റെ തടങ്കലിൽ വെച്ച് പകർത്തിയ ഷാഫിയുടെ വീഡിയോ സന്ദേശമാണിപ്പോൾ പുറത്തായിരിക്കുന്നത്. 325 കിലോ ഗോൾഡ് അവിടുന്ന് കൊണ്ടുവന്നതിൻ്റെ പേരിലാണ് ഞാനും ബ്രദറും അവിടുന്ന് കൊണ്ടുവന്നതിൻ്റെ പേരിലാണ് എന്നെ കിഡ്നാപ്പ് ചെയ്ത് ഇവിടെ കൊണ്ടുവന്നിരിക്കുന്നത്. അത് ഏകദേശം 80 കോടി രൂപയുടെ ടോട്ടൽ 80 കോടി രൂപയോളം ഉണ്ടായിരുന്നു. അതിൻ്റെ ബാക്കിയുള്ള വിവരങ്ങളും എല്ലാം കൂടെ ഇവരെടുത്ത് കൊടുത്തിട്ടുണ്ട്. ഡീറ്റെയിൽ ആയിട്ട് ഞാൻ കൊടുത്തിട്ടുണ്ട്. അതുകൊണ്ട് എത്രയും പെട്ടെന്ന് ഈ കാര്യങ്ങൾ പറഞ്ഞിട്ടില്ലെങ്കിൽ അവർ കേസും കൂട്ടും പോലീസും പ്രശ്നങ്ങളും കാര്യങ്ങളും ആവും. പിന്നെ ഒന്നും അങ്ങോട്ടോ ഇങ്ങോട്ടോ ചിന്തിച്ചിട്ടോ അല്ലെങ്കിൽ വേറൊരു വഴിയോ കാര്യങ്ങളോ ഒന്നും ഉണ്ടാവില്ല. അതുകൊണ്ട് എത്രയും പെട്ടെന്ന് തന്നെ റിലീസാക്കാനുള്ള കാര്യങ്ങൾ ചെയ്യാം. പോലീസ് സ്റ്റേഷനിലേക്ക് പ്രകടനമോ അതല്ലെങ്കിൽ ജാഥ നടത്തിയിട്ട് ഇപ്പോൾ റിയാസ് KMR ചേരുന്നു. റിയാസ്, വളരെ നിർണായകമായ ചില വിവരങ്ങളാണ് ഷാഫി ഇപ്പോൾ ഈ വീഡിയോയിൽ പറയുന്നത്. സൗദി രാജകുടുംബത്തിൻ്റെ വലിയ അളവിലുള്ള സ്വർണം താനും സഹോദരനും ചേർന്ന് മോഷ്ടിച്ച് കൊണ്ടുവരികയായിരുന്നു. ഇതിൻ്റെ പേരിലാണ് തന്നെ തട്ടിക്കൊണ്ടുപോയത് എന്നാണ് ഈ വീഡിയോയിൽ പറയുന്നത്. മറ്റെന്തൊക്കെ വിവരങ്ങളാണ് ഇപ്പോൾ പുറത്തു വരുന്നത്? കമലേഷ്, ഈ വീഡിയോ നമുക്ക് ലഭിച്ചതിന് പിന്നാലെ തന്നെ പോലീസുമായി നമ്മൾ സംസാരിച്ചിരുന്നു. അപ്പോൾ പോലീസ് വ്യക്തമാക്കുന്നത് ഈ അജ്ഞാത കേന്ദ്രത്തിൽ, അതായത് ഷാഫിയെ തട്ടിക്കൊണ്ടുപോയ സംഘം അജ്ഞാത കേന്ദ്രത്തിൽ വെച്ചാണ് ഈ വീഡിയോ സന്ദേശം തയ്യാറാക്കിയത് എന്നുള്ളതാണ്. അത് ഷാഫിയെ ഭീഷണിപ്പെടുത്തി പറയിച്ചതാവാനാണ് സാധ്യത എന്ന് പോലീസ് സംഘം വ്യക്തമാക്കുന്നു. കാരണം ഈ ഷാഫി കുറ്റം ഏറ്റു പറയുന്ന തരത്തിലുള്ള വീഡിയോ ആണ് പുറത്തു വന്നിരിക്കുന്നത്. കാരണം താമരശ്ശേരി പരപ്പൻപൊയിലിൽ നിന്ന് കഴിഞ്ഞ ദിവസം രാത്രി 9:30 ഭാര്യയ്ക്കൊപ്പം വീട്ടുവരാന്തയിൽ ഇരിക്കുന്ന സമയത്താണ് പ്രവാസി വ്യവസായിയ ഷാഫിയെ ആയുധധാരികളായ കാറിലെത്തിയ 4 അംഗ സംഘം മുഖംമൂടി ധരിച്ചുകൊണ്ട് തട്ടിക്കൊണ്ടുപോകുന്നത്. അതിനുശേഷം ഷാഫിയെക്കുറിച്ച് ഒരു വിവരവുമില്ലായിരുന്നു. ഷാഫിയെ കണ്ടെത്താനുള്ള അന്വേഷണം കർണാടക കേന്ദ്രീകരിച്ച് ഇന്ന് പോലീസ് നടത്തുന്നതിനിടയിലാണ് ഷാഫിയുടെ വീഡിയോ സന്ദേശം പുറത്തു വന്നതും അത് കേരള വിഷൻ ന്യൂസിന് ഇപ്പോൾ ലഭിച്ചതും. അത് ലഭിച്ച ഉടൻ തന്നെ നമ്മൾ പോലീസിനോട് ബന്ധപ്പെട്ടിരുന്നു. ഈ വീഡിയോ സന്ദേശത്തിൽ ഷാഫി പറഞ്ഞത് തന്നെ തട്ടിക്കൊണ്ടുപോയത് മോഷ്ടിച്ച സ്വർണം തിരികെ കിട്ടാൻ വേണ്ടിയാണെന്ന് ഷാഫി ഒരു കുറ്റസമ്മതം നടത്തുന്നത് പോലുള്ള ഒരു വെളിപ്പെടുത്തൽ ഷാഫിയുടെ ഭാഗത്തുനിന്നും ഉണ്ടാവുന്നത്. സൗദി രാജകുടുംബത്തിന്റെ 325 കിലോ സ്വർണം താനും സഹോദരനും ചേർന്ന് മോഷ്ടിച്ച് കടത്തിയിരുന്നു. മോഷ്ടിച്ച സ്വർണത്തിന് ഏകദേശം 80 കോടിയോളം രൂപ വില വരും. ഒപ്പം തന്നെ തന്റെ മോചനം ആവശ്യപ്പെട്ട്, അതായത് ഈ അജ്ഞാത സംഘം തട്ടിക്കൊണ്ടുപോയതുമായി ബന്ധപ്പെട്ട് തന്റെ മോചനം ആവശ്യപ്പെട്ട് പോലീസ് സ്റ്റേഷനിലേക്ക് മാർച്ച് നടത്തേണ്ട കാര്യമില്ലെന്ന് ഷാഫി പറയുന്നു. ഈ ഒരു കാര്യങ്ങളാണ് പ്രധാനമായും ഈ വീഡിയോ സന്ദേശത്തിലൂടെ ഷാഫി വെളിപ്പെടുത്തുന്നത്. അത് പ്രധാനമായും ഇപ്പോഴും അജ്ഞാത സംഘത്തിന്റെ തടങ്കലിൽ കഴിയുകയാണ് ഷാഫി. ഈ തടങ്കലിൽ വെച്ച് തയ്യാറാക്കിയ ഒരു വീഡിയോ ആണ്. ഷാഫിയെ തട്ടിക്കൊണ്ടുപോയത് കൊട്ടേഷൻ സംഘങ്ങളാണെന്നുള്ളൊരു സൂചന കൂടി ഈ പ്രത്യേക അന്വേഷണ സംഘത്തിന് ലഭിച്ചിട്ടുണ്ട്. അതിനിടെയാണ് ഇത്തരത്തിലൊരു വീഡിയോ പുറത്തു വരുന്നത് എന്നുള്ളതും ഏറെ ശ്രദ്ധേയമാണ്. മാത്രമല്ല, ഈ ഷാഫിയുടെ മോചനം ആവശ്യപ്പെട്ട് നാട്ടുകാരുടെ നേതൃത്വത്തിൽ പോലീസ് സ്റ്റേഷനിലേക്ക് മാർച്ച് ഉൾപ്പെടെ നടത്താനുള്ള ഒരു ആലോചന കൂടി നടക്കുന്നുണ്ടായിരുന്നു. അതിന്റെ പശ്ചാത്തലത്തിലാണ് ഇത്തരത്തിലൊരു വീഡിയോ സന്ദേശം പുറത്തു വരുന്നത്. പോലീസ് സംഘം പറയുന്നത് ഷാഫിയെ ഭീഷണിപ്പെടുത്തി ഇത്തരത്തിലൊരു വീഡിയോ ചെയ്യിച്ചതാകാനേ സാധ്യതയുള്ളൂ എന്നുള്ളതാണ്. എങ്കിൽ കൂടിയും അത് വളരെയധികം ഗൗരവകരമാണ്, വളരെയധികം നിർണായകമായ ഒരു കാര്യമാണ്. ഷാഫിയെ കുറിച്ചുള്ള ഒരു വീഡിയോ ഇത്തരത്തിൽ വരുന്നു എന്നുള്ള ഒരു കാര്യം. എന്തായാലും അത് അന്വേഷണ സംഘത്തിന് ഈ പ്രതികളിലേക്ക് എത്താൻ, തട്ടിക്കൊണ്ടുപോകപ്പെട്ട ഷാഫിയെ പെട്ടെന്ന് കണ്ടെത്താനും ഒപ്പം തന്നെ ഷാഫിയെ തട്ടിക്കൊണ്ടുപോയ പ്രതികളിലേക്ക് എത്താനും വളരെ വേഗം സഹായകരമാകുമെന്നൊരു പ്രതീക്ഷയും അന്വേഷണ സംഘത്തിനുണ്ട്. അതാണിപ്പോൾ കേരള വിഷൻ ന്യൂസ് പുറത്തുവിടുന്നത് എന്നുള്ളതാണ്. എന്തായാലും ഈ നിർണായകമായ ഒരു തെളിവ് ലഭിച്ചിരിക്കുന്നു. ഈ വീഡിയോയിൽ ഷാഫി പറയുന്ന കാര്യങ്ങൾ ഒരു തരത്തിലും പോലീസ് ഇപ്പോൾ മുഖവിലേക്ക് എടുക്കുന്നില്ല എന്ന് തന്നെയാണോ മനസ്സിലാക്കേണ്ടത്? സ്വാഭാവികമായും പോലീസ് പറയുന്ന ഒരു വിഷയം നമുക്ക് മനസ്സിലാക്കാവുന്നതാണ്. ഷാഫിക്ക് ഈ വിവരങ്ങൾ പറയണമെങ്കിൽ നേരത്തെ തന്നെ പറയാമായിരുന്നു. എന്നാൽ ഇത്തരം തട്ടിക്കൊണ്ടുപോകലിന് പിന്നാലെ ഇത്തരം ഒരു വീഡിയോ ഉണ്ടാക്കി പുറം ലോകത്ത് എത്തിക്കേണ്ട സാഹചര്യം എന്തായാലും ഷാഫിക്കില്ല. ഇയാളെ തട്ടിക്കൊണ്ടുപോയ ആളുകൾക്കായിരിക്കണം അത്തരമൊരു ഉദ്ദേശം.
തീർച്ചയായും കമലേഷ്. കാരണം ഈ പ്രധാനമായും ഇത്തരമൊരു വീഡിയോ സന്ദേശം ലഭിച്ച ഉടനെ നമ്മൾ ചെയ്തത് ഇതിന്റെ ഒരു നിജസ്ഥിതി വ്യക്തമാവുക, അതുകൊണ്ട് അന്വേഷണ സംഘത്തോട് അതേക്കുറിച്ച് അന്വേഷിക്കുക എന്നുള്ളതാണ്. അപ്പോഴാണ് ഈ പോലീസ് സംഘം വ്യക്തമാക്കിയത്, കാരണം ഇത് ഷാഫിയെ ഭീഷണിപ്പെടുത്തി ചെയ്യിച്ചത് ആണ് എന്നുള്ള തരത്തിലുള്ള വിവരങ്ങളാണ് പോലീസ് സംഘം നൽകുന്നത്. കാരണം ഈ പ്രധാനമായും ഷാഫിക്ക് ഇത്തരത്തിലൊരു വീഡിയോ ചെയ്യേണ്ട ഒരു സാധ്യത ഇല്ല. കാരണം തന്റെ ഒരു കുറ്റസമ്മതം പൊതുസമൂഹത്തിന് മുന്നിൽ ഷാഫി തെറ്റുകാരനാവട്ടെ അല്ലാതിരിക്കട്ടെ, ആണെങ്കിൽ കൂടി തെറ്റുകാരനാണെങ്കിൽ കൂടിയും അല്ലെങ്കിലും ഷാഫിക്ക് ഇത്തരത്തിലൊരു കുറ്റസമ്മതം പൊതുസമൂഹത്തിന് മുൻപിൽ അവതരിപ്പിക്കേണ്ട കാര്യമില്ല. ആ ഒരു കാര്യം കൂടി പോലീസ് വ്യക്തമാക്കുന്നുണ്ട്. അതുകൊണ്ട് തന്നെ ഇത് പ്രധാനമായും ഈ ഷാഫിയെ കൊണ്ട് നിർബന്ധിച്ച് ചെയ്യിച്ച വീഡിയോ ആണ് എന്നുള്ളതാണ്. മാത്രമല്ല ഷാഫി ആ വീഡിയോയിൽ നമുക്ക് കാണുമ്പോൾ മനസ്സിലാകുന്നുണ്ട് ഷാഫി വളരെ ക്ഷീണിതനാണ്. തട്ടിക്കൊണ്ടുപോകലിന് മുൻപുള്ള ഷാഫിയുടെ ചിത്രങ്ങളെല്ലാം തന്നെ നമ്മൾ നേരത്തെ തന്നെ വാർത്തകളിൽ നൽകിയതുമാണ്. എന്നാൽ ഇതിനുശേഷം ഈ അജ്ഞാത കേന്ദ്രത്തിൽ നിന്നും ഷാഫി ചെയ്യുന്ന ഈ വീഡിയോയിൽ അയാൾ വളരെയധികം ക്ഷീണിതനായാണ് കാണപ്പെടുന്നത്. മാത്രമല്ല അയാളുടെ കണ്ണുകളിൽ ഒരു ഭയം നിഴലിക്കുന്ന ഒരു ഭാവം നമുക്ക് കാണാൻ സാധിക്കുന്നുമുണ്ട്. അതിനർത്ഥം ഇത് ഈ അജ്ഞാത സംഘം, അതായത് ഷാഫിയെ തട്ടിക്കൊണ്ടുപോകപ്പെട്ട സംഘം നിർബന്ധിച്ച് ചെയ്യിച്ചു എന്നുള്ളതാണ്. മറ്റൊരു കാര്യം പ്രധാനമായും വ്യക്തമാകുന്നത്, ഇന്നലെ ഈ നേരത്തെ ഷാഫിയെ ഭീഷണിപ്പെടുത്തിയ സംഭവത്തിൽ ഫെബ്രുവരി 21 ഷാഫിയുടെ വീട്ടിലെത്തി ഭീഷണിപ്പെടുത്തിയെന്ന സംഭവത്തിൽ കൊടുവള്ളി സ്വദേശി മുഹമ്മദ് സാലി എന്നയാൾക്കെതിരെ ഉൾപ്പെടെ 7 പേർക്കെതിരെയും ഒപ്പം കണ്ടാൽ അറിയാവുന്ന 15ഓളം പേർക്കെതിരെ അന്നത്തെ കേസിൽ ഈ പോലീസ് കേസെടുത്തിരുന്നു, താമരശ്ശേരി പോലീസ്. അതിനുശേഷം ഈ സാലിയെ കേന്ദ്രീകരിച്ചായിരുന്നു പുതിയ തട്ടിക്കൊണ്ടുപോകലിന്റെ അന്വേഷണം ആദ്യഘട്ടത്തിൽ നീങ്ങിയിരുന്നത്. അപ്പോൾ ഈ മുഹമ്മദ് സാലി ഇന്നലെ ദുബായിൽ നിന്നാണെന്ന് പറയുന്നു. മുഹമ്മദ് സാലി പറയുന്നു തനിക്ക് പങ്കില്ല, താൻ ദുബായിലാണ് എന്ന് പറഞ്ഞ ഒരു വീഡിയോ പുറത്തിറക്കിയതിന് പിന്നാലെയാണ് അതേ രീതിയിൽ തന്നെ ഇപ്പോൾ തട്ടിക്കൊണ്ടുപോകലിന് ഇരയാക്കപ്പെട്ട ഷാഫിയും ഇങ്ങനെയൊരു വീഡിയോ പുറത്തിറക്കിയിരിക്കുന്നത് എന്നുള്ളത് ഏറെ ഗൗരവകരമായ ഒരു കാര്യമാണ്. അത് സംബന്ധിച്ച് പോലീസ് അന്വേഷണം ആരംഭിച്ചിട്ടുണ്ട്. ഈ വീഡിയോ എവിടെ നിന്നാണ്, എങ്ങനെയാണ് തുടങ്ങിയ കാര്യങ്ങളെല്ലാം തന്നെ. ഒപ്പം തന്നെ ഈ പ്രത്യേക അന്വേഷണ സംഘം ഷാഫിയെ തട്ടിക്കൊണ്ടുപോയത് കർണാടകയിലേക്കാണെന്നുള്ള സൂചനയുടെ അടിസ്ഥാനത്തിൽ ആ ഭാഗത്തേക്കും അന്വേഷണം വ്യാപിപ്പിച്ചിട്ടുണ്ട്. അതിന്റെ ഒരു കാരണം ഇന്നലെ കാസർഗോഡ് ചെർക്കളയിൽ വെച്ച് ഷാഫിയെ തട്ടിക്കൊണ്ടുപോയ സംഘം സഞ്ചരിച്ച കാർ പോലീസ് കണ്ടെടുത്തിരുന്നു. അത് ചെർക്കളയിലെ ഒരു കാർ ഷോറൂമിൽ നിന്നാണ് ആ കാർ കണ്ടെത്തിയത്. അത് പക്ഷേ ഷാഫിയെ തട്ടിക്കൊണ്ടുപോകാൻ ഉപയോഗിച്ച കാറല്ല. കാരണം ഷാഫിയെ തട്ടിക്കൊണ്ടുപോകാൻ ഉപയോഗിച്ച കാർ ഒരു വെളുത്ത സ്വിഫ്റ്റ് കാറാണ്. പക്ഷെ ഇന്നലെ കണ്ടെത്തത് ആ കാറല്ല. കാരണം ആ വെളുത്ത സ്വിഫ്റ്റ് കാറിന്റെ നമ്പർ 7001 എന്നാൽ ഇന്നലത്തെ കാർ സ്വിഫ്റ്റ് കാറുമല്ല, മാത്രമല്ല നമ്പർ അതുമല്ല. അപ്പോൾ അത്തരത്തിലൊരു സംഭവമാണ് പ്രധാനമായും അതിന് ചൂട് പിടിച്ച് നടത്തിയ അന്വേഷണമാണ് കർണാടകയിലേക്ക് അന്വേഷണ സംഘത്തെ വിരൽ ചൂണ്ടുന്നത്. അതിനിടയിലാണ് ഷാഫിയുടെ പേരിലുള്ള ഈ വീഡിയോ സന്ദേശം പുറത്തു വന്നിരിക്കുന്നതും കേരള വിഷൻ ന്യൂസ് ഇപ്പോൾ അത് പുറത്തുവിടുന്നതും. കമലേഷ്, റിയാസ് ദയവായി തുടരുക. ഷാഫിയുടെ വാക്കുകളിലേക്ക് ഒരു വട്ടം കൂടി പോയി വരാം. കിലോ ഗോൾഡ് അവിടുന്ന് കൊണ്ടുവന്നതിൻ്റെ പേരിലാണ് ഞാനും ബ്രദറും അവിടുന്ന് കൊണ്ടുവന്നതിൻ്റെ പേരിലാണ് എന്നെ കിഡ്നാപ്പ് ചെയ്ത് ഇവിടെ കൊണ്ടുവന്നിരിക്കുന്നത്. അത് ഏകദേശം 80 കോടി രൂപയുടെ ടോട്ടൽ 80 കോടി രൂപയോളം ഉണ്ടായിരുന്നു. അതിൻ്റെ ബാക്കിയുള്ള വിവരങ്ങളും എല്ലാം കൂടെ ഇവരടുത്ത് കൊടുത്തിട്ടുണ്ട്, ഡീറ്റെയിലായിട്ട് ഞാൻ കൊടുത്തിട്ടുണ്ട്. അതുകൊണ്ട് എത്രയും പെട്ടെന്ന് ഈ കാര്യങ്ങൾ പറഞ്ഞിട്ടില്ലെങ്കിൽ അവർ കേസും കൂട്ടവും പോലീസും പ്രശ്നങ്ങളും കാര്യങ്ങളും ആവും. പിന്നെ ഒന്നും അങ്ങോട്ടോ ഇങ്ങോട്ടോ ചിന്തിച്ചിട്ടോ അല്ലെങ്കിൽ വേറൊരു വഴിയോ കാര്യങ്ങളോ ഒന്നും ഉണ്ടാവില്ല. അതുകൊണ്ട് എത്രയും പെട്ടെന്ന് തന്നെ റിലീസാക്കാനുള്ള കാര്യങ്ങൾ ചെയ്യാം. പോലീസ് സ്റ്റേഷനിലേക്ക് പ്രകടനമോ അതല്ലെങ്കിൽ ജാഥ നടത്തിയിട്ട് ഇതിൽ 320. റിയാസ്, ഇതിൽ താനും സഹോദരനും ചേർന്നാണ് ഈ സ്വർണം മോഷ്ടിച്ചത് എന്നാണ് പറയുന്നത്. ഇതിൽ പറയുന്ന പ്രകാരമാണെങ്കിൽ ഷാഫിയുടെ സഹോദരൻ ഇപ്പോൾ എവിടെയാണ്, നാട്ടിലുണ്ടോ? അദ്ദേഹത്തെ ബന്ധപ്പെടാൻ നമുക്ക് സാധിച്ചിട്ടുണ്ടോ? കമലേഷ്, അവരെ എന്തായാലും ബന്ധപ്പെടാനുള്ള നമുക്കിപ്പോൾ സാധിച്ചിട്ടില്ല. നമ്മൾ നേരത്തെ എല്ലാം ബന്ധപ്പെട്ടിരുന്നത് ഷാഫിയുടെ ഭാര്യ സലീമോ ഒക്കെ ആയിട്ടാണ്. അപ്പോൾ
ഈ സഹോദരനുമായി നമുക്ക് ഈ ഘട്ടത്തിൽ ബന്ധപ്പെടാൻ സാധിച്ചിട്ടില്ല എന്നുള്ളതാണ്. പക്ഷേ ഇതിന് പിറകിൽ അവിശ്വസനീയമായ കുറെ കഥകൾ ഉണ്ട് എന്ന് അന്വേഷണ സംഘം കരുതുന്നു. കാരണം ഈ സൗദി രാജകുടുംബത്തിന്റെ 325 കിലോ സ്വർണം താനും സഹോദരനും ചേർന്ന് മോഷ്ടിച്ചു എന്നൊക്കെ പറയുന്ന ഒരു കഥ. എന്തായാലും ഈ ഒരു സംഭവത്തിന് സ്വർണ്ണക്കടത്തുമായി ബന്ധമുണ്ട് എന്നൊരു കാര്യം പോലീസ് സംഘം നേരത്തെ തന്നെ വിശദീകരിക്കുന്നുണ്ട്. എന്നാൽ ഈ വീഡിയോയിൽ പറയുന്ന ഈ കഥ, ഷാഫിയുടേതായി പുറത്തു വരുന്ന ഈ വാക്കുകൾ എന്തായാലും അന്വേഷണ സംഘം ഈ ഘട്ടത്തിൽ മുഖവിലേക്ക് എടുത്തിട്ടില്ല. അത് ഈ ഷാഫിയെ തട്ടിക്കൊണ്ടുപോയവരുടെ വാക്കുകളെ സാധൂകരിക്കാൻ വേണ്ടി ഷാഫിയെ കൊണ്ട് നിർബന്ധിച്ച് പറയിപ്പിക്കുന്ന ഒരു കഥയായാണ്, കെട്ടിച്ചമച്ച ഒരു കഥയായാണ് പോലീസ് ഇപ്പോൾ കരുതുന്നത്. എന്തായാലും ഗൾഫിലുണ്ടായ സ്വർണ്ണക്കടത്തുമായി ബന്ധപ്പെട്ട, ഒപ്പം തന്നെ ഹവാല ഇടപാടുമായി ബന്ധപ്പെട്ട ഒരു തർക്കമാണ് പ്രധാനമായും ഷാഫിയുടെ തട്ടിക്കൊണ്ടുപോകലിലേക്ക് എത്തിച്ചത് എന്ന് പോലീസ് സംഘം തന്നെ വ്യക്തമാക്കുന്നുണ്ട്. അതേക്കുറിച്ചുള്ള അന്വേഷണമാണ് നടക്കുന്നത്. അതിനിടയിലാണ് ഇങ്ങനെ ഒരു വീഡിയോ സന്ദേശം പുറത്തു വരുന്ന ഒരു സാഹചര്യം ഉണ്ടായിരിക്കുന്നത്. എന്തായാലും ഈ വീഡിയോ സന്ദേശം പുറത്തു വന്ന വിവരം ശ്രദ്ധയിൽപ്പെടുത്തിയതിന്റെ പശ്ചാത്തലത്തിൽ ഇപ്പോൾ അതേക്കുറിച്ചും പോലീസ് സംഘം വിശദമായ അന്വേഷണം ആരംഭിച്ചിട്ടുണ്ട്. ഒപ്പം തന്നെ കർണാടകയിലേക്ക് പോയ സംഘം ആ രീതിയിലും പ്രതിക്കായി ഈ തട്ടിക്കൊണ്ടുപോകപ്പെട്ട ഷാഫിക്കും ഒപ്പം തന്നെ അയാളെ തട്ടിക്കൊണ്ടുപോയ പ്രതികൾക്കുമായുള്ള അന്വേഷണം ഊർജിതപ്പെടുത്തിയിട്ടുണ്ട്. ഒരുപക്ഷെ ഷാഫിയെ ഇന്ന് തന്നെ കണ്ടെത്താൻ പറ്റിയേക്കുമെന്നൊരു പ്രതീക്ഷ പോലീസിനുണ്ട്. പക്ഷേ ഷാഫിയെ കണ്ടെത്തുമ്പോൾ തന്നെ അയാളെ സുരക്ഷിതമായി കണ്ടെത്തേണ്ടുന്ന ഒരു ബാധ്യത അന്വേഷണ സംഘത്തിനുണ്ട്. ഇപ്പോൾ വീഡിയോ സന്ദേശം കൂടി പുറത്തു വന്ന ഒരു സാഹചര്യത്തിൽ അയാൾക്ക് വല്ല ഭീഷണിയും സംഭവിക്കുമോ എന്നൊരു ആശങ്ക പോലീസ് സംഘത്തിനും ഉണ്ട് എന്നുള്ളത് ഒരു യാഥാർത്ഥ്യമാണ് കമലേഷ്. എന്തായാലും വരും മണിക്കൂറുകളിൽ അത്തരത്തിൽ ഒരുപക്ഷെ ഷാഫിയെ കണ്ടെത്താൻ സാധിച്ചേക്കുമെന്നൊരു പ്രതീക്ഷയാണ് അന്വേഷണ സംഘത്തിനുള്ളത് കമലേഷ്. വ്യക്തമാണ് റിയാസ്. ഷാഫിയുടെ ഏറ്റവും പുതിയ ഒരു വീഡിയോയാണ് ഇപ്പോൾ കേരള വിഷൻ ന്യൂസ് പുറത്തുവിട്ടുകൊണ്ടിരിക്കുന്നത്. താനും സഹോദരനും ചേർന്ന് സൗദി രാജകുടുംബത്തിലെ 324 പവൻ സ്വർണം മോഷ്ടിച്ചിരുന്നു. അതിൻ്റെ ഭാഗമായാണ് തന്നെ തട്ടിക്കൊണ്ടുപോയിരിക്കുന്നത് എന്നാണ് ഈ വീഡിയോയിൽ ഷാഫി പറയുന്നത്. എന്നാൽ ഈ വിഷയം പോലീസ് മുഖവിലയ്ക്കെടുത്തിട്ടില്ല. ഷാഫിക്കായുള്ള അന്വേഷണം പുരോഗമിക്കുകയാണ്. ചെറിയൊരു ഇടവേളയിലേക്ക്.